ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971, ഓൾസോ കോൾഡ് ആസ് അബോഷൻ ആക്ട്. അബോഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അബോഷൻ എന്ന് വെച്ചാൽ ഉണ്ടായ കുഞ്ഞിനെ നമ്മൾ വേണ്ടാന്ന് വെച്ച് കൊന്നു കളയാണ്. അതിന് പല കാരണങ്ങളും കാണാം. അപ്പോൾ 1971 പ്രസവം വീട്ടിൽ വെച്ചായിരിക്കും. വീട്ടിൽ പ്രസവം ചില സമയത്ത് അൺസക്സസ്ഫുൾ ആകുമ്പോൾ നമുക്ക് അന്നത്തെ കാലത്ത് ഈ എബോഷനൊക്കെ സഹായിക്കുന്ന ഡോക്ടേഴ്സിനാണ് പറയുക ക്വാക്സ് എന്ന്, QUACKS. അവർ അൺട്രെയിൻഡ് അൺക്വാളിഫൈഡ് പീപ്പിൾ പെർഫോമിങ് അബോഷൻ, അതിനാണ് ക്വാക്സ് എന്ന് പറയുക. അത് പലപ്പോഴും അമ്മയ്ക്ക് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്കും അല്ലെങ്കിൽ റിസ്കിലേക്കും നയിക്കും. അപ്പോൾ ഇത് തടയാൻ വേണ്ടി മദറിൻ്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ MTP ആക്ട് കൊണ്ടുവരുന്നത്. അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാതാക്കാം. MTP ആക്ട് വഴിയായിട്ട് അൺസേഫ് അബോഷൻസ് ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്തു. MTP നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാരൻറ്റിൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ കൺസെൻറ്റ് അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ലീഗൽ പണിഷ്മെൻറ്റ്സ് ഉണ്ടാവും. കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അനുവാദം വേണം. അവരുടെ അനുവാദം ഇല്ലാതെ ഒരു ഡോക്ടേഴ്സിന് ഒരു ക്വാക്സിനോ ഒന്നും ഈ മെഡിക്കൽ ടെർമിനേഷൻ നടത്താൻ പറ്റില്ല പ്രഗ്നൻസിയുടെ. ആയിട്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഈ MTP ആക്ട് വരാനുണ്ടായ സാഹചര്യം നോക്കാം. ഏറ്റവും കൂടുതൽ അമ്മമാർ മരിക്കണത് ഹെമറേജ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് അതർ സെപ്സിസ് തുടങ്ങിയിട്ടുള്ള ഇൻഫെക്ഷനാണ്. സെക്കൻഡ്ലി മെറ്റേണൽ ഡെത്ത് ഏറ്റവും കൂടുതലാവാൻ കാരണം. തേർഡ്, ദ ലീഡിങ് കോസ് ഓഫ് മെറ്റേണൽ ഡെത്ത് ഇറ്റ് ഈസ് അൺസേഫ് അബോഷൻസ്. ഉള്ള പോക്സോ നിയമം 2012 വന്നത്, PCP&DD ആക്ട് 1994 വന്നതും ഒരു കാരണമായി. അതായത് MTP നടത്തണോ, ഡോക്ടേഴ്സിന് തന്നെ ഒരു മടുപ്പ്, അതിനൊക്കെ ഈ രണ്ട് നിയമങ്ങൾ എങ്ങനെ കാരണമാവണമെന്ന് വെച്ചാൽ, ഈവൻ ദോ MTP legally allows abortion in rape cases as a grave injury to the mental health of mother, doctors treat these cases as a high risk because it involves police, court and possible media attention. ഈ മൈനർ കേസസ് എന്ന് വെച്ചാൽ ഈ 18 വയസ്സിന് താഴെ ഉണ്ടാവുന്ന റേപ്പ് കേസസ് ഒക്കെ വരുമ്പോൾ നിർബന്ധമായും FIR ഡോക്ടേഴ്സ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. മാൻഡറ്ററി ആയിട്ട് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് 6 month ജയിൽ ആൻഡ് ഫൈൻ അങ്ങനത്തെ പനിഷ്മെൻറ്റ്സും ഉണ്ട്. കൺസെൻഷ്വൽ സെക്സ് ലീഗലാണ്, പക്ഷേ 18 വയസ്സിന് താഴെ ഇറ്റ് ഈസ് ഇല്ലീഗൽ. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പ്രഗ്നൻ്റായി പിന്നെ അബോഷന് പോകുമ്പോഴൊക്കെ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ അബോഷൻ നടത്തി കൊടുക്കുന്ന ഡോക്ടേഴ്സിന് അതൊരു ചമ്മല, കാരണം ആശുപത്രിയിലേക്ക് പോലീസ് വരുന്നു എന്നൊക്കെ കാണുമ്പോൾ അതിൻ്റെ റെപ്യൂട്ടേഷനൊക്കെ അത് ബാധിക്കുമല്ലോ. മാത്രമല്ല PCP&DD ആക്ട് പ്രകാരം സെക്സ് ഡിറ്റർമിനേഷൻ ഓഫ് ദ ചൈൽഡ് ഒരിക്കലും നടത്താൻ പാടില്ല. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള RMPs ആയിരിക്കണം. അങ്ങനെ കുറേ നൂലാമലകളുണ്ട്. അവരുടെ പേപ്പർ വർക്കിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ജയിലും ഫൈനും കൂടാതെ സസ്പെൻഷൻ ഓഫ് മെഡിക്കൽ ലൈസൻസ് വരെ സംഭവിക്കാം. ഞാൻ ഈ PCP&DDക്ക് ഒരു കുഞ്ഞു വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഇടുന്നുണ്ട്. മാത്രമല്ല മെനി വുമൻസ് റിയലൈസ് ദ നീഡ് ഫോർ അബോഷൻ വെരി ലൈറ്റ് ഡ്യൂ ടു ദ ഫീറ്റൽ അനോമലി. സ്കാൻസ് ആർ ഓൺലി വർക്കബിൾ അറ്റ് 20 to 21 weeks. ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ഏതെങ്കിലും ക്രോമസോം അനോമലി അല്ലെങ്കിൽ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന സമയം ആഫ്റ്റർ ദ 4 months ആണ്. അപ്പോൾ ലേറ്റ് ആയിട്ടുള്ള ഡിറ്റക്ഷൻ ഇങ്ങനത്തെ കേസസ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അബോഷൻ ലേറ്റ് ആയിട്ട് പോവുകയാണ്. ഈ 20 weeks ആ ലിമിറ്റേഷൻ അങ്ങനെയുള്ളത് കൊണ്ട്, അതായത് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും അവർ ആഫ്റ്റർ 20 weeksന് ശേഷമുള്ള അബോഷൻ അധികം പ്രൊമോട്ട് ചെയ്യില്ല. അതിനി സീരിയസ് ഹെൽത്ത് ഇഞ്ചുറി മദറിനുണ്ടാവുമോ എന്ന് പേടിച്ച് ഹോസ്പിറ്റൽസ് ആരും അതിനെ മുൻകൈ എടുക്കാറില്ല. അപ്പോൾ അത് കോട്ടേജ് ഇൻഡസ്ട്രി ഓപ്പൺ ചെയ്യാൻ കാരണമായി. എന്താണ് കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ, ഈ ക്വാക്സിനൊക്കെ വെച്ച് നല്ല ഹൈ എക്സ്പെൻസീവായിട്ട് അബോഷൻ നടത്തുക, ആരും അറിയിക്കാതെ ഭയങ്കര കോൺഫിഡൻഷ്യലായിട്ട്
അബോർഷൻ നടത്തുക. ചിലപ്പോൾ അത് അൺസേഫ് ആവും, മെറ്റേണൽ ഡെത്ത്സ് ഉണ്ടാവാം, അതിനവർ കൺസെൻ്റൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ക്വാക്സിനെ വെച്ച് കോട്ടേജ് ഇൻഡസ്ട്രി തുടങ്ങുന്നത് ഒരു ഇല്ലീഗലാണ്. പക്ഷേ അതുണ്ടാവാൻ കാരണമായി മെറ്റേണൽ MTP സംടൈം ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽസ് ഹെസിറ്റേറ്റ് ചെയ്യുമ്പോൾ, അതിനെ അവർ അനുകൂലിക്കാത്തപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായി. കാരണം അവർക്ക് ലീഗൽ പണിഷ്മെൻറ്റ്സൊക്കെ പേടിച്ചിട്ടാണ് അവരത് ചെയ്യാത്തത്. ഉള്ള ലീഗൽ റൂട്ട് വഴി നമുക്ക് നീതിയോടെ, അതായത് അനുവാദം കിട്ടിയിട്ട് അബോർഷൻ നടത്താമെന്ന് ആലോചിക്കുമ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ബിക്കോസ് ഇറ്റ് ഈസ് സോ മച്ച് ടൈം കൺസ്യൂമിങ് ആൻഡ് ടീഡിയസ്. ദ ലീഗൽ റൂട്ട് ഈസ് വെരി മച്ച് ടൈം കൺസ്യൂമിങ്. അപ്പോൾ ആ വഴി പോയിട്ട് അബോർഷൻ നടത്താമെന്ന് പറയണേക്കാളും ബെറ്റർ അബോർഷൻ നേരത്തെ നടത്തുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ധാരാളം പ്രശ്നങ്ങളായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 1971 ഈ ആക്ട് പാസ്സാവുകയാണ്. 71 MTP ആക്ട് നിലവിൽ വരികയാണ്. പല കസ്റ്റംസിലും ഈ അബോർഷനെതിരെ സംസാരിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു കുഞ്ഞിനെ കൊല്ലുന്നതിന് തുല്യമാണല്ലോ അബോർഷൻ എന്ന് പറയുമ്പോൾ. പക്ഷെ നമ്മളവിടെ അങ്ങനെ മാത്രം ആലോചിക്കുമ്പോൾ ആ അമ്മയുടെ ലൈഫ് ആൻഡ് ദെയർ ഹെൽത്ത് പരിഗണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മാത്രമല്ല, കുഞ്ഞിനുണ്ടാവുന്ന ഭാവി അനോമലീസ് അത് കൺസിഡർ ചെയ്യുന്നു. മാത്രമല്ല, ഈ റേപ്പ് എന്നൊക്കെ പറയുമ്പോൾ എ ഗ്രേവ് ഇഞ്ചുറി ടു മെൻ്റൽ ഹെൽത്ത് ഓഫ് എ വുമൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട്, സംടൈം ഈ മാരീഡ് ആയിട്ടുള്ള വുമൻസിൻ്റെ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയേഴ്സിന് ഒരു പരിഗണന കൊടുത്തുകൊണ്ട് ആണ് ഈ MTP ആക്ട് നിലവിൽ വരുന്നത്. ആ സമയത്ത് 12 വീക്സ്, അതായത് 3 മാസത്തിന് മുമ്പ് വരെ നമുക്ക് 1 രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ ഒപ്പീനിയനും, അതുപോലെ 4-5 മാസത്തിൻ്റെ ഉള്ളിൽ 12 to 20 വീക്സിൻ്റെ ഉള്ളിൽ നമ്മൾ 2 RMPസിൻ്റെ ഒപ്പീനിയൻ സജഷൻ ചോദിച്ചിട്ടായിരിക്കണം അബോർഷൻ നടത്തേണ്ടത്. അങ്ങനെ ആ നിയമത്തിലുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? റിഡ്യൂസിങ് the unsafe abortions and maternal mortality due to life-threatening complications due to illegal termination of the pregnancy. നിയമത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. What are the problems associated with this act? One is, this is doctor-centric approach. അതായത് the full discretion only at the doctor. Abortion is actually the woman's right. പക്ഷേ ഡോക്ടറിൻ്റെയും കൂടി അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നടത്താൻ പറ്റുള്ളൂ എന്നാണ്. ഡോക്ടറാണ് പറയുക ഇതിന് അമ്മയ്ക്ക് പ്രശ്നമില്ലാത്ത കാര്യത്തിന് അബോർഷൻ ചെയ്യണ്ട എന്നൊക്കെ. പിന്നെ ഡ്യൂ ടു ദ ലേറ്റ് ഡിറ്റക്ഷൻ ഓഫ് ഫീറ്റൽ അബ്നോർമാലിറ്റീസ്, ദ വുമൻ ഫോഴ്സ് ടു അപ്രോച്ച് കോർട്ട് ഫോർ അബോർഷൻ ബിയോണ്ട് ദ 20 വീക്സ്. നേരത്തെ പറഞ്ഞതാണ്. പിന്നെ സം ഡോക്ടേഴ്സ് ആർ അൺവില്ലിങ് ടു പ്രൊവൈഡ് സർവീസസ് ഇൻ റേപ്പ് ഓർ സെക്ഷൽ അസോൾട്ട് കേസസ്, എസ്പെഷ്യലി മൈനേഴ്സ്, അതായത് 18 വയസ്സിന് താഴെയുള്ള റേപ്പ് കേസസൊക്കെ അവർക്ക് ഇഷ്ടപ്പെടില്ല, ഡോക്ടേഴ്സ് ചെയ്തു കൊടുക്കാറില്ല. അതിന് വേണ്ടിയിട്ടുള്ള അബോർഷൻസൊക്കെ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജസ്റ്റേഷണൽ ഏജ്. ഇത് ജസ്റ്റേഷണൽ ഏജ് സംടൈം 1 month ആയിരിക്കും. അബോർഷൻ ചെയ്യാൻ നോർമലി കുഴപ്പമില്ലാത്തൊരു സമയമാണ്. എന്നാലും ചില ഡോക്ടേഴ്സ് ആർ അൺവില്ലിങ് ടു പ്രൊവൈഡ് ദെയർ സർവീസ്. കാരണം ഒന്നത് റേപ്പ് കേസാണ്, പോലീസ് വരും. പോക്സോ നിയമപ്രകാരം പോലീസ് വരണമെന്നുണ്ടെങ്കിൽ അത് മൈനർ കേസായിരിക്കണം, അതായത് 18 വയസ്സിന് താഴെയുള്ള റേപ്പ് കേസ് എങ്ങാനായിരിക്കണം. അപ്പോൾ FIR റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ കുറേ നൂലാമാലകളുണ്ട്. ഫൈൻ, പണിഷ്മെൻറ്റ്, ജയിൽ ഒക്കെ വരും. അതുകൊണ്ട് ഡോക്ടേഴ്സ് ആർ അൺവില്ലിങ്. ഈ നിയമം വന്നതിന് ശേഷവും കുറേ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അടുത്ത പ്രശ്നമാണ് മെഡിക്കൽ ബോർഡ് ഉണ്ട്. മെഡിക്കൽ ബോർഡ് എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ നിന്നുള്ള ആയിരിക്കും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഗൈനക്കോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, റേഡിയോളജിസ്റ്റ്, സോണോളജിസ്റ്റ് അല്ലെങ്കിൽ അതർ നോട്ടിഫൈഡ് മെമ്പേഴ്സ് ഉള്ള ഒരു പാനലായിരിക്കാം. അപ്പോൾ ഇവരുടെ അനുവാദം വേണം. ഇവർ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ നടത്തും. പക്ഷേ അവർക്ക് തോന്നില്ല അബോർഷനെ ലീഡ് ചെയ്യിക്കാൻ. കാരണം ഇഫ് ഇറ്റ് കോസസ് ദ വുമൻസ് സേഫ്റ്റി, അങ്ങനെ എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഫോർ ദ വുമൺ, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള ചൈൽഡിന് അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ മെഡിക്കൽ ബോർഡ് ഇതിന് അനുവാദം കൊടുക്കുള്ളൂ. പക്ഷേ മെഡിക്കൽ ബോർഡ് അനുവാദം കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെഡിക്കൽ ബോർഡിൻ്റെ റിവ്യൂ,
റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ അവർക്ക് ഡിലേ ഇൻ ആക്സസിങ് ദെയർ സേഫ് കെയർ ഓഫ് അബോഷൻ ആ ഒരു പ്രശ്നം വന്നു. ലേറ്റായിട്ട് അവരുടെ സർവീസ്, അവർക്ക് അബോഷൻ എന്നുള്ള സർവീസ് ഡിനയലായിട്ട് വരും. അത് കുറേ വട്ടം എക്സാമിനേഷൻ ചെയ്യുമ്പോഴും അവർക്ക് അബോഷൻ ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് മെഡിക്കൽ ബോർഡിന് തോന്നില്ല. അപ്പോൾ അവർ വേണ്ടാന്ന് വയ്ക്കും ഈ കേസ്. അങ്ങനെ ഡിലേ ആയിട്ട് അബോഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും. പിന്നെ ഇവിടെ നിയമത്തിൽ ഓൺലി മാരീഡ് വുമൺ ആൻഡ് ദെയർ ഹസ്ബൻഡിനുള്ള കോൺട്രാസെപ്റ്റീവ് ഫെയിലിയേഴ്സ് മൂലമാണ് നമുക്ക് അബോഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. എന്നാൽ അൺമാരീഡ് വുമൻസിന് ഇതേപോലെ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ, അത് ആഫ്റ്റർ 18 ഏജിൽ അവർക്ക് കൺസെൻഷ്വൽ സെക്സ് എന്തെങ്കിലും ചെയ്ത് അവർക്കത് കൈൻഡ് ഓഫ് കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ നിയമപ്രകാരം അവർക്കതിൻ്റെ സംരക്ഷണം കിട്ടില്ല. സോഷ്യൽ സ്റ്റിഗ്മ, എത്തിക്കൽ ഇഷ്യൂ ഓഫ് നോൺ മാരിറ്റൽ പ്രഗ്നൻസി, ഇതെല്ലാം സഹിക്കേണ്ടതായിട്ട് വന്നു. ഒരു കൺഫ്യൂഷനായിരുന്നു, അൺമാരീഡ് വുമൻസ് ഇതിൽ പെടുമോ ഇല്ലേ, അങ്ങനത്തെ ഒരു ആംബിഗ്വിറ്റി ഈ നിയമത്തിന് ശേഷമുണ്ടായിരുന്നു. സിംപ്ലി പറയുകയാണെങ്കിൽ, ദ ഓൾഡ് ലോ അലൗഡ് ടെർമിനേഷൻ ഡ്യൂ ടു കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ ഓൺലി ഫോർ married women or their husband. Unmarried women were not covered under this ground. Because of the social stigma of having pregnancy outside marriage, many unmarried women couldn't openly seek abortion services. This created ambiguity and hesitation. Doctors were unsure if they could legally terminate the pregnancy for unmarried women, and women themselves avoided seeking help due to fear of being judged or shamed by the society. ഈ MTP ആക്ടിൻ്റെ അമെൻമെൻറ്റിന് കാരണമാവാനുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകളാണ് പറയുന്നത്. 2015 ലാൻസെറ്റ് എന്ന് പറയുന്ന ഹൈ ഇമ്പാക്ട് ഫാക്ടർ ജേർണൽ 88 തോന്നുന്നുണ്ട്, ലാൻസെറ്റിൽ ഗ്ലോബൽ ഹെൽത്ത് സ്റ്റഡീസിൽ പറയുന്നത് 15.6 മില്യൺ അബോഷൻസ് ആണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്. അതിൽ 78% ഔട്ട്സൈഡ് ഫെസിലിറ്റീസ് നിന്നാണ്. അതായത് കോട്ടേജ് ഇൻഡസ്ട്രീസിൽ നേരത്തെ പറഞ്ഞ വാക്സിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട്, അതായത് ഹോസ്പിറ്റലിലല്ല, മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യുന്നതല്ല, മറ്റ് കാരണങ്ങൾ കൊണ്ട് ആണ് ഇവിടെ അബോഷൻ നടക്കുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് 2017 പുട്ടസ്വാമി കേസ് ഇതിനെ കുറച്ചും കൂടിയും സ്പീഡപ്പാക്കി, ഇതിൻ്റെ അമെൻമെൻറ്റിനൊക്കെ. കാരണം it uphold the reproductive right of women, the right to privacy and personal liberty under the Article 21. It ensures the dignity, autonomy and safe care, and it also lowers the maternal mortality. ഇതുപോലെ മറ്റ് 4 കേസസ് സുപ്രീം കോടതിയിൽ പോയിട്ടുള്ള ബിയോണ്ട് ദ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്സ്. അതാണ് ഡോക്ടർ നിഷ മാളവ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് 1999, സുജിത ശ്രീവാസ്തവ് വേഴ്സസ് ചണ്ഡീഗഡ് 2009, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മിസിസ് സെഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ 2017 ആൻഡ് മമത വർമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017. സുജിത ശ്രീവാസ്തവ് എന്ന് പറയുന്ന ഒരു മെൻ്റലി ഇൽ വുമൺ ആയിരുന്നു. ഷി ഈസ് സ്റ്റേയിങ് ഇൻ എ ഗവൺമെൻറ് റെസിഡൻസി ആൻഡ് ഷി ബിക്കം പ്രഗ്നൻറ്റ് ആസ് എ റിസൾട്ട് ഓഫ് സെക്ഷൽ അസോൾട്ട്. അപ്പോൾ ഇത് ചെയ്തത് അവിടുത്തെ ഗവൺമെൻറ് എംപ്ലോയീസും ആരായിരുന്നു. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത്, ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേഷൻ വാണ്ടഡ് ഹെർ ടു പെർഫോം ദ അബോഷൻ. ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദ വുമൺസ് വിഷസ്. പിന്നെ ഇവൾ സുപ്രീം കോടതി വരെ പോയി. അവിടെ നിന്ന് ഉള്ള ഡിസിഷൻ, കോർട്ട് ഡിസിഷൻ വെർഡിക്റ്റ് എന്തായിരുന്നു വെച്ചാൽ, റീപ്രൊഡക്റ്റീവ് ഓട്ടോണമി ഉണ്ട്. എ വുമൺ റീപ്രൊഡക്റ്റീവ് ചോയ്സസ് കണ്ടിന്യൂയിങ് ഓർ ടു ടെർമിനേറ്റ് എ പ്രഗ്നൻസി, ഇതെല്ലാം അവളുടെ പേഴ്സണൽ റൈറ്റ്സിൽ പെടുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസ്, ദ കൺസെൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അവൾ മെൻ്റലി ഇല്ലാണെന്ന് അറിയാം, എന്നാലും അവളുടെ കൺസെൻറ്റ് ഇല്ലാതെ അബോഷൻ നടത്താൻ പറ്റില്ല എന്നും. പിന്നെ പ്രൊഹിബിഷൻ ഓഫ് ദ ഫോഴ്സ്ഡ് അബോഷൻ, അതായത് അഡ്മിനിസ്ട്രേഷൻ കനോട്ട് പെർഫോം എ ഫോഴ്സ്ഡ് അബോഷൻ അഗെയിൻസ്റ്റ് ദ വുമൺസ് വിൽ. ഇങ്ങനെ 3 വെർഡിക്റ്റാണ് സുപ്രീം കോടതി പുറത്തിറക്കിയത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, ദിസ് ജഡ്ജ്മെൻറ്റ് confirmed that women have the right to make decision about their bodies and reproduction under Article 21 of Indian Constitution. കോടതി അബോഷൻ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ആവരുത്, സ്ത്രീക്ക് റീപ്രൊഡക്റ്റീവ് ഓട്ടോണമി ഉണ്ട്, മാത്രമല്ല
റൈറ്റ് ടു കൺസെൻറ്റും ഉണ്ട്. അത് നടത്തണം എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ അനുവാദം ചോദിച്ചിട്ടും ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്തി. നമ്മൾ ഈ അമെൻമെൻറ്റ് ആക്ടിൻ്റെ 2021 അമെൻമെൻറ്റ് ഉണ്ടായപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി നോക്കാം. ഇത് ഇൻക്രീസ്ഡ് ദ ജസ്റ്റേഷൻ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് അതുവരെ 20 വീക്സ് ആയിരുന്നു നമുക്ക് MTP ചെയ്യാവുന്ന, മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യാവുന്നത്. നൗ 24 വീക്സ് ആയി ഫോർ ദി സ്പെസിഫിക് കാറ്റഗറീസ് ഓൺലി. അതാരൊക്കെയാണ് നോക്കാം. അതായത് റേപ്പ് ചെയ്തിട്ട് പീഡന കേസിൽ നിന്ന് സർവൈവ് ചെയ്ത് ജീവിക്കുന്ന വുമൻസിന് വേണ്ടിയിട്ട്, സർവൈവേഴ്സ് ഓഫ് ദ റേപ്പ്. രണ്ടാമത്തെ കാറ്റഗറി ഇൻസെസ്റ്റ്. ആരാണ് ഇൻസെസ്റ്റ്? Those who become pregnant due to sexual abuse by a close blood relative like father, brother, uncle, etc. ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് റേപ്പാണ്. സെക്ഷൻ 376 IPC. മാത്രമല്ല മൈനർ ആണെങ്കിൽ ഇത് പോക്സോ കേസിലും പെടും. സോ ദ ജസ്റ്റേഷൻ ലിമിറ്റ് 24 വീക്സ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഇൻസെസ്റ്റ് വിക്ടിംസ്. നെക്സ്റ്റ് മൈനേഴ്സ്. മൈനേഴ്സിന് 18 ഏജിന് താഴെയായിട്ടുള്ള കുട്ടികൾക്ക് അറിയുണ്ടാവില്ല സംടൈം ഈ ഒരു നിയമത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതുപോലെ സ്റ്റിഗ്മ ഒക്കെ കാരണം അവർ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് അവസാനം 24 വീക്ക് ആകുമ്പോഴാണ് ഇതിൻ്റെ സിവിയറിറ്റി അവർ മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് നമ്മൾ കൺസിഡറേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് വുമൺ അല്ലോ, ഭിന്നശേഷിക്കാർ, കണ്ണു കാണാത്ത, ചെവി കേൾക്കാത്ത, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് കാറ്റഗറിയാണ് ഇത് ദ വുമൺ ഹു ഫേസിങ് ചേഞ്ച് ഇൻ മാരിറ്റൽ സ്റ്റാറ്റസ്. മാരേജ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്കും അതുപോലെ അവരുടെ ഹസ്ബൻഡ്സിന് മാത്രമാണ് കോൺട്രാസെപ്റ്റീവ് ഫെയിലിയേഴ്സിന് MTP ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ വിഡോഹുഡ്സ് അതുപോലെ ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഈ അനദർ വൾണറബിൾ വുമൺ എന്ന കാറ്റഗറിയും കൂടിയുണ്ട്. അതിൽ ദ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ലൈക്ക് സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസ്, SLE തുടങ്ങിയിട്ടുള്ള ഇഷ്യൂസുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസുള്ള വുമൻസ്. അതൊക്കെയാണ് വൾണറബിൾ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. ഇവർക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 24 വീക്സ് വരെ അവർക്ക് MTP ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. വേറൊരു ചേഞ്ച് വരുത്തിയത് ഒപ്പീനിയൻ ഓഫ് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. RMPസിൻ്റെ ഒപ്പീനിയൻ മുമ്പ് 3 മന്ത്സ് വരെ 1 RMP ആൻഡ് 4 to 5 മന്ത്സ് വരെ 2 RMPന് വേണം എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ to 20 വീക്സ് we can refer 1 RMP's opinion and 20 to 24 weeks. 5 to 6 മന്ത്സിൻ്റെ ഇടയിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 RMPസിൻ്റെ ഒപ്പീനിയൻ വാങ്ങേണ്ടതായിരിക്കുന്നു. കുറച്ചും കൂടി ലിബറൽ ആക്കി നിയമം. പിന്നെ മൂന്നാമത്തെ ഒരു കേസ്, ദർ ഈസ് നോ അപ്പർ ലിമിറ്റ് ഇൻ സെർട്ടൈൻ കേസസ് ലൈക്ക് termination beyond 24 weeks is permitted in cases of substantial fetal abnormalities diagnosed by the medical board. സംടൈം ഉണ്ടാകുന്ന കുട്ടികൾക്ക് അബ്നോർമാലിറ്റീസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത് ഒരു 20 to 24 വീക്സിൻ്റെ ഒക്കെ ഇടയിലായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് നേരത്തെ അബോർട്ട് ചെയ്ത് കളയാനൊന്നും പറ്റില്ല. അത് പയ്യെ മനസ്സിലാവുള്ളൂ. അനൻസെഫാലി, ഒമസോബൽ അബ്നോർമാലിറ്റീസ് ഒക്കെ. അപ്പോൾ ഈ മെഡിക്കൽ ബോർഡിൽ ആരൊക്കെ ഉണ്ടാവും? നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഗൈനക്കോളജിസ്റ്റ് വേണം, ഒരു ഫീമെയിൽ ഗൈനക്കായിട്ടുള്ള ഡോക്ടർ, പിന്നെ പീഡിയാട്രീഷ്യൻ ശിശുരോഗ ഡോക്ടർ, പിന്നെ റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ സോണോളജിസ്റ്റ് ആൻഡ് അതർ നോട്ടിഫൈഡ് മെമ്പേഴ്സ് കൂടി ഇതാണ് മെഡിക്കൽ ബോർഡ്. അപ്പോൾ ഇവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആഫ്റ്റർ 24 വീക്സ് ഓൾസോ ക്യാൻ ടെർമിനേറ്റ്. അങ്ങനെ പ്രത്യേക ഒരു അപ്പർ ലിമിറ്റ് ഈ ഒരു കാറ്റഗറിക്ക് വെച്ചിട്ടില്ല. ദെൻ നെക്സ്റ്റ്, ദേ എക്സ്പാൻഡഡ് ദ ഗ്രൗണ്ട്സ് ഫോർ കോൺട്രാസെപ്റ്റീവ് ഫെയിലിയേഴ്സ്. മുമ്പ് ബിഫോർ ദാറ്റ് ഇറ്റ് വാസ് ലിമിറ്റഡ് ടു ദ മാരീഡ് വുമൺ ആൻഡ് ദെയർ ഹസ്ബൻഡ്. നൗ ദ കണ്ടീഷൻ അപ്ലൈസ് ടു എനി വുമൺ ആൻഡ് ഓർ ഹെർ പാർട്ട്ണർ എന്നാക്കി. ഹസ്ബൻഡ് മാറ്റി പാർട്ട്ണർ ആക്കി, മാരീഡ് മാറ്റിയിട്ട് എനി വുമൺ ആക്കി. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് റിമൂവിങ് ദ ആംബിഗ്വിറ്റി ആൻഡ് സ്റ്റിഗ്മ ഫോർ അൺമാരീഡ് വുമൻസ്. കാരണം മുമ്പ് ഇത് മാരീഡ് വുമൻസിന് മാത്രമായിരുന്നപ്പോൾ ഇപ്പോൾ അൺമാരീഡ് വുമൻസിൻ്റെ ഇത്തരം അബോർഷൻ കേസസ് ഡോക്ടേഴ്സിന് എടുക്കാൻ ദേ ആർ ആക്ച്വലി ആംബിഗ്വസ് ആൻഡ് ഹെസിറ്റേറ്റ്.
because they are unsure if they could legally terminate the pregnancy for unmarried women. അത് അവർക്ക് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടുമെന്നോ അങ്ങനെ അവർ പേടിച്ചിരുന്നു. And women are also themselves avoided seeking help due to the fear of being judged or shamed by the society. ഇതിനാണ് ആ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ആ വുമൻസിന് അങ്ങനെ ഒരു സ്റ്റിഗ്മ ഉണ്ടാവും, അതുപോലെ ഡോക്ടേഴ്സിനും ഇങ്ങനെ ഒരു കേസ് എടുക്കണോ വേണ്ടി എന്നുള്ള കൺഫ്യൂഷനും ഹെസിറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു. സോ നിയമത്തിൽ എക്സ്പാൻഡ് ദ ഗ്രൗണ്ട് ഫോർ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ബൈ എനി വുമൺ ഓർ ഹെർ പാർട്ട്ണർ എന്ന് മാറ്റിയപ്പോൾ ഈ എല്ലാ പ്രശ്നങ്ങളും അവിടെ മാറിപ്പോവാണ്. അടുത്തൊരു കേസ്, ദ പ്രിസംപ്ഷൻ ഓഫ് ഗ്രേവ് ഇഞ്ചുറി. ഇത് റേപ്പ് ഓർ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ഈസ് presumed as constitute grave injury to the mental health of the woman. പൊതുവെ വൾണറബിൾ വുമൻസ് അല്ലെങ്കിൽ അൺമാരിഡ് വുമൻസ് കോൺട്രാസെപ്റ്റീവ് ഫെയിലിയർ അവർക്ക് വന്നു കഴിഞ്ഞാൽ അതവർക്ക് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്, അതുപോലെ റേപ്പ് കേസ് വന്നിട്ട് പ്രഗ്നൻ്റ് ആവുന്ന വുമൻസും ഒരു ഗ്രേവ് ഇഞ്ചുറിയാണ് അവർക്ക് മെൻ്റൽ ഹെൽത്തിന് സംഭവിക്കുന്നത് എന്ന് ഈ നിയമത്തിലൂടെ അടിവരയിട്ട് പറയാണ്. അടുത്തതായിട്ട് ഒരു സെക്ഷൻ 5A അവർ കൂട്ടിച്ചേർക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ക്ലോസ് പോലെ. ദ ഐഡൻറ്റിറ്റി ഓഫ് വുമൺ അണ്ടർഗോയിങ് ടെർമിനേഷൻ മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ്. ആരെങ്കിലും അത് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ they are punishable with imprisonment up to 1 year or fine or both. 1 year. എന്നാൽ ഡോക്ടേഴ്സിന് ക്യാൻ ഓതറൈസ്ഡ് ബൈ ലോ അനുസരിച്ച് ആരുടെയെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ എക്സെപ്റ്റ് ദം വേറെ ആർക്കും അത് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള അനുവാദമില്ല. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻ പറയാണ് ഹസ്ബൻഡിനോട് ഈ കേസ് പറയുന്നത് കുഴപ്പമില്ല, അപ്പോൾ ഡോക്ടേഴ്സിന് അത് ഹസ്ബൻഡിനോട് പറയാം. വേറെ ആരോടും ഡോക്ടേഴ്സ് അത് പറയാൻ പാടില്ല. മാത്രമല്ല അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഈ കേസ് അറിയാനിടയായാൽ അത് വേറെ ആരോടെങ്കിലും പറഞ്ഞാലും ദേ ഹാവ് ടു ബി പണിഷ്ഡ് ബൈ 1 year imprisonment with a fine. Finally, here they expanded the grounds of therapeutic, eugenic, humanitarian and social grounds also. Therapeutic ഉദ്ദേശിക്കുന്നത് MTP is allowed when continuing the pregnancy would harm the mother's physical or mental health. എക്സാമ്പിൾ, ഇപ്പോൾ മദറിന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ലൈക്ക് ഹാർട്ട് ഡിസീസ്, കിഡ്നി ഫെയിലിയർ, സിവിയർ ഹൈപ്പർ ടെൻഷൻ എക്സെട്ര അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തെറാപ്യൂട്ടിക് മെഡിസിൻ എന്ന രീതിയിൽ MTP നടത്താം. ഇനി ഗ്രൗണ്ടിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നിയമത്തിൽ പറയുന്ന ഒരു കേസാണ്, അതായത് ദർ ഇസ് നോ ജസ്റ്റേഷണൽ ലിമിറ്റ് ആഫ്റ്റർ ദ മെഡിക്കൽ ബോർഡ് അപ്രൂവൽ എന്ന് പറഞ്ഞില്ലേ. അതായത് ഇപ്പോൾ കുട്ടിക്ക് സിവിയർ ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ അനൻസെഫാലിക് ഡൗൺ സിൻഡ്രോം വിത്ത് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സിവിയർ ഓർഗൻ ഡിഫക്റ്റ്, അങ്ങനെ ആ കുഞ്ഞിന് എന്തെങ്കിലും സബ്സ്റ്റാൻഷ്യൽ റിസ്ക് ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പം ഇറ്റ്സ് അലോവിങ് നോ അപ്പർ ലിമിറ്റ്സ് ആഫ്റ്റർ ദ 24 weeks. മെഡിക്കൽ ബോർഡ് അപ്രൂവ് ചെയ്യണം. അതായത് ഈ കുട്ടികൾക്ക് കുഴപ്പമുണ്ടെങ്കിലും if mother have no issues they won't allow the medical termination. പക്ഷെ മെജോറിറ്റി മെഡിക്കൽ ബോർഡ് അപ്രൂവ് ചെയ്യും. കാരണം ജനിച്ച കുട്ടി അപ്പാടെ മരിക്കുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ അത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ വരികയാണെങ്കിൽ എന്തായാലും അവർ MTPക്ക് അപ്രൂവ് ചെയ്യും. ഹ്യൂമാനിറ്റേറിയൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെക്ഷൽ വയലൻസ്, കോയേഷൻ, ബലപ്രയോഗം, ഭീഷണി, സമ്മർദ്ദം, അതിൻ്റെയൊക്കെ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ദ ഗിവിങ് സ്പെഷ്യൽ ബെനിഫിറ്റ് ടു ദ റേപ്പ് അല്ലെങ്കിൽ ഇൻസെസ്റ്റ് വിക്ടിംസ് ആൻഡ് വൾണറബിൾ വുമൻസ്. അവിടെയാണ് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ഇവർ ഈ അമെൻമെൻറ്റ് കുറച്ചുകൂടി വിപുലീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സുജിത ശ്രീവാസ്തവ വേഴ്സസ് ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേഷൻ, ആ ഒരു കേസ് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. സോഷ്യൽ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ സോഷ്യോ എക്കണോമിക് റീസൺസ് ദാറ്റ് മേക്ക് ദ പ്രഗ്നൻസി അൺവാണ്ടഡ്. എക്സാമ്പിൾ, they remove the restriction of contraceptive failure only to the married women.
The abortion is allowed when the pregnancy causes grave injury to the mental health of the woman due to social or economic circumstances. Example, failure of contraceptive methods now applicable to any woman or her partner, including unmarried women. Change in marital status like widowhood, divorce, desertion, etc. ഫൈനലി നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അമെൻമെൻറ്റ് ആക്ട് 2021 എന്തിനാണ് അർജൻറ്റ്ലി കൊണ്ടുവന്നത്? ഫോർ ഷിഫ്റ്റിംഗ് ഫ്രം ഡോക്ടർ സെൻട്രിക് ടു ദ വുമൺ സെൻട്രിക് അപ്രോച്ച്. അപ്പോൾ കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടും അബോർഷന്. മാത്രമല്ല ദിസ് ഗീവ് എ സേഫ് മെയിൻ സ്ട്രീം ഹെൽത്ത് കെയർ സിസ്റ്റം. മുമ്പ് കോട്ടേജ് ഇൻഡസ്ട്രീസിലെ ക്വാക്സിൻ്റെ ബിസിനസ് ആയിരുന്നു ഇത്. മാത്രമല്ല this can also reduce the maternal mortality and also can protect the reproductive right of a woman.